ഹായ്. നമ്മൾ സ്പൈ സിനിമകളിൽ കാണാറുള്ളത് ആധുനിക ഗാഡ്ജറ്റുകളും തോക്കുകളുമായി ലോകം രക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ചാരന്മാരെയാണ്. കമൽഹാസൻ്റെ വിക്രം എന്ന സിനിമയിലെ ആക്ഷൻ ഹീറോയായ ഏജന്റ് വിക്രമിനെയോ അല്ലെങ്കിൽ ഏജന്റ് ടീന എന്ന കഥാപാത്രത്തെയോ ഒന്ന് ഓർത്തു നോക്ക്. പുറമെ ഒരു സാധാരണ വീട്ടുജോലിക്കാരിയായി ജീവിച്ച് ആവശ്യമുള്ളപ്പോൾ ശത്രുക്കളെ തകർക്കുന്ന ആ പഴയ ടീനയെ പോലെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു വീട്ടുജോലിക്കാരിയല്ല, മറിച്ച് 7 മക്കളുടെ അമ്മയും ഒരു ഉത്തമ വീട്ടമ്മയുമായി ജീവിച്ച് ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നടത്തിയ ഒരു വുമൺ വിക്രമിനെ പറ്റി നിങ്ങൾക്കറിയാമോ? ഒരു കയ്യിൽ തൈരുസാദവും മറു കയ്യിൽ ഇസ്രായേലിൻ്റെ അതീവ രഹസ്യ ഫയലുകളുമായി ബെയ്റൂട്ടിൻ്റെ തെരുവുകളിലൂടെ നടന്ന ഒരു വീട്ടമ്മ. ഷൂല കോഹൻ എന്നായിരുന്നു അവളുടെ പേര്. മൊസാദിലെ ഏറ്റവും സാഹസികരായ ചാരന്മാരിൽ ഒരാൾ എല്ലാവരുടെയും കണ്ണിൽപ്പെടാതെ ബെയ്റൂട്ടിൻ്റെ ഹൃദയഭാഗത്ത് ജീവിച്ചിരുന്നു. പുറമേ നിന്ന് നോക്കിയാൽ അവൾ 7 മക്കളെ പരിപാലിച്ചു, വിശിഷ്ടമായ വിഭവങ്ങൾ പാകം ചെയ്തു, ലെബനനിലെ ഉന്നതർക്ക് വിരുന്നുകൾ നൽകി. ഒരു മുടി പോലും ഒന്നുമില്ലാതെ അവൾ ഇതെല്ലാം ചെയ്തു. പക്ഷേ ഈ കുടുംബപരമായ മുഖംമൂടിക്ക് പിന്നിൽ കഠിനമായ നിർഭയത്വം മറിഞ്ഞിരുന്നു. ഒരു ദശകത്തിലേറെയായി ഷൂല ഇസ്രായേലിന് നിർണായകമായ രഹസ്യ വിവരങ്ങൾ കൈമാറുകയും എണ്ണമറ്റ ജൂത അഭയാർത്ഥികളെ കടത്തുകയും ചെയ്തു. വർഷങ്ങളോളം പീഡനങ്ങളും തടവും അനുഭവിച്ചിട്ടും വഴങ്ങിക്കൊടുക്കാത്ത ഈ വനിത എങ്ങനെയാണ് പരിശീലനമൊന്നുമില്ലാതെ ഒരു സാധാരണ യുവതിയിൽ നിന്നും ഇസ്രായേലിൻ്റെ ഐതിഹ്യമായ ചാര വനിതയായി മാറിയത്? നമുക്ക് നോക്കാം. ഷൂല കോഹൻ ഇന്നൊരു ഇസ്രായേലി ഐതിഹ്യമാണ്. ഐതിഹ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? പറയുന്ന ആളെ ആശ്രയിച്ച് കഥയിലെ വിശദാംശങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അവളുടെ സ്വന്തം മക്കൾ പോലും ചില കാര്യങ്ങളിൽ ഇന്നും തർക്കിക്കാറുണ്ട്. എന്നാൽ ഈ പുനരാവിഷ്കാരം വന്നിരിക്കുന്നത് ഷൂലയുടെ ജീവചരിത്രമായ കോഡ് നെയിം പേൾ എന്ന പുസ്തകത്തിൽ നിന്നാണ്. 1936 ആ കഥ തുടങ്ങുന്നത്. ഷൂലയ്ക്ക് അന്ന് വെറും 16 വയസ്സ്. അവൾക്ക് വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തൻ്റെ സ്വപ്നങ്ങൾ പിന്തുടരാനായിരുന്നു അവൾക്കിഷ്ടം. എന്നാൽ ഒരു പരമ്പരാഗത ജൂത കുടുംബത്തിൽ ജനിച്ച അവൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം കുറവായിരുന്നു. അവളുടെ മാതാപിതാക്കൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ആ സമയത്താണ് സമ്പന്നനായ ജോസഫ് കിഷാക്ക് എന്ന വ്യക്തിയിൽ നിന്ന് ഒരു വിവാഹാലോചന വരുന്നത്. ഷൂലയേക്കാൾ 20 വയസ്സ് പ്രായം കൂടുതലുള്ള ഒരു അപരിചിതൻ. തൻ്റെ മകൾ കരഞ്ഞോ അപേക്ഷിച്ചോ എന്ന് അവർക്ക് പ്രശ്നമായിരുന്നില്ല. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ഷൂലയുടെ വിവാഹം ആവശ്യമായിരുന്നു. അങ്ങനെ അവൾ ആ അപരിചിതനോടൊപ്പം ബെയ്റൂട്ടിലേക്ക് യാത്രയായി. ബെയ്റൂട്ടിലെത്തിയ ഷൂലയ്ക്ക് ഭർത്താവിനോട് വലിയ പ്രണയമൊന്നുമില്ലായിരുന്നു. പക്ഷേ അവൾ ബെയ്റൂട്ട് നഗരത്തെ സ്നേഹിച്ചു. ജെറുസലേമിനെ പോലെ തന്നെ മതപരമായും വംശീയമായും വിഭജിക്കപ്പെട്ട ഒരു നഗരമായിരുന്നു അത്. ഷൂല താമസിച്ചിരുന്ന ജൂത ക്വാർട്ടർ നഗരത്തിൻ്റെ വാണിജ്യ കേന്ദ്രത്തിന് അടുത്തായിരുന്നു. ഒരു പരമ്പരാഗത കുടുംബമായതിനാൽ അവൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ലായിരുന്നു. വിരസത മാറ്റാൻ അവൾക്ക് തൻ്റെ കുട്ടികൾ മാത്രമായിരുന്നു കൂട്ട്. ഷൂല മാതൃത്വത്തിൽ മുഴുകിയിരിക്കുമ്പോൾ പുറം ലോകമാകെ മാറി മറിയുകയായിരുന്നു. അവൾ 5ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയപ്പോഴേക്കും ലെബനൻ ഒരു സ്വതന്ത്ര രാജ്യമായി. 6ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ പലസ്തീൻ വിഭജിക്കുവാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ വോട്ടെടുപ്പ് നടക്കുകയായിരുന്നു. ലോകമെമ്പാടുമുള്ള ജൂതന്മാരെ പോലെ ഷൂലയും അതിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. വോട്ടെടുപ്പിന് ശേഷം സംഘർഷം രൂക്ഷമായി. പലസ്തീനിലെ ജൂതന്മാർക്കെതിരെ പോരാടാൻ അറബ് ലോകം ഒന്നിച്ചു. ലെബനനിലെ തെരുവുകളിൽ ജൂതവിരുദ്ധ വികാരം പടർന്നു. ഈ സമയത്താണ് ഷൂലയുടെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത്. അവളുടെ ഭർത്താവിൻ്റെ കടയിൽ സാധനം വാങ്ങാൻ വന്ന ചിലർ സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവർ ഉന്നത ഉദ്യോഗസ്ഥരെന്നും അല്ല, അവർ സാധാരണക്കാരായ അറബികളാണെന്നും തർക്കമുണ്ട്. അവർ പലസ്തീനിലെ ജൂതന്മാർക്കെതിരെ ഉപയോഗിക്കാൻ വലിയൊരു ആയുധശേഖരവും സൈന്യവും തയ്യാറാക്കുന്നതിനെ പറ്റിയായിരുന്നു സംസാരിച്ചിരുന്നത്. തൻ്റെ കുടുംബവും വംശവും അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഷൂല തൻ്റെ ഭർത്താവിനോട് വിവരം പറഞ്ഞു. എന്നാൽ വികാരാധീനയാകാതെ വീട്ടിലിരിക്കെ എന്നായിരുന്നു ജോസഫിൻ്റെ മറുപടി. പക്ഷേ ഷൂല വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ 11 വർഷമായി ഉള്ളിലൊതുക്കിയ തൻ്റെ ബുദ്ധിയും തന്ത്രവും ഉപയോഗിക്കാൻ അവൾ തീരുമാനിച്ചു. ഗ്രാമത്തിൻ്റെ പേരും ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അവൾ എഴുതി വെച്ചു. തൻ്റെ വിലാസവും കൂടെ ചേർത്ത് ജെറുസലേമിലേക്ക് അയച്ചു. 5 ആഴ്ചകൾക്ക് ശേഷം അർദ്ധരാത്രിയിൽ ഒരു മനുഷ്യൻ അവളുടെ വാതിലിൽ മുട്ടി. മൂസ എന്നായിരുന്നു അയാളുടെ പേര്. അയാൾ കൈമാറിയത് കുടുംബത്തിൽ നിന്നുള്ള കത്തല്ലായിരുന്നു, മറിച്ച് ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയിൽ നിന്നുള്ള ഹഗാനയിൽ നിന്നായിരുന്നു. അതായത് മൊസാദിൻ്റെ പൂർവ്വരൂപം. രാജ്യത്തിന് വേണ്ടി ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഷൂല മടിച്ചില്ല. അവളുടെ ചാര ജീവിതം അവിടെ ആരംഭിക്കുകയായിരുന്നു. ഷൂലയുടെ ആദ്യ ദൗത്യം ചാരപ്പണിയായിരുന്നില്ല, അത് കള്ളക്കടത്തായിരുന്നു. ബ്രിട്ടീഷുകാർ പലസ്തീൻ വിടുന്നതിന് മുൻപ് നാട് കടത്തിയ ഒരു പ്രധാന ജൂത നേതാവിനെ
ബെയ്റൂട്ട് തുറമുഖത്ത് കപ്പൽ നിർത്തുമ്പോൾ അവിടെ നിന്ന് രഹസ്യമായി രക്ഷിക്കുക എന്നതായിരുന്നു ദൗത്യം. ഒരു പരിചയവുമില്ലാത്ത മേഖലയാണെങ്കിലും ഷൂല അത് ഏറ്റെടുത്തു. ഈ ആദ്യ ദൗത്യത്തിലൂടെ അവൾ 3 വലിയ പാഠങ്ങൾ പഠിച്ചു. കുറ്റവാളികളുമായുള്ള ബന്ധം. ബെയ്റൂട്ട് തുറമുഖം നിയന്ത്രിക്കുന്ന അധോലോക സഹോദരങ്ങളായി അവൾ സൗഹൃദം സ്ഥാപിച്ചു. 800 പൗണ്ടിന് അവർ ആ നേതാവിനെ തൊഴിലാളിയായി വേഷം മാറ്റി കപ്പലിന് പുറത്തെത്തിച്ചു. 2. പണം സംസാരിക്കും. ഷൂലയുടെ ഭർത്താവ് സമ്പന്നനായിരുന്നു. പണം എന്തിനെന്ന് ചോദിക്കാതെ അദ്ദേഹം നൽകി. 3. പിന്തുണ. തൻ്റെ ഭർത്താവിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഏറ്റവും പ്രയാസകരമായ കാര്യം. എന്നാൽ അദ്ദേഹം ഒരു മതവിശ്വാസിയായിരുന്നതിനാൽ ജൂതന്മാരെ സഹായിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്ന് അവൾ വിശ്വസിപ്പിച്ചു. അധികം വൈകാതെ അവളുടെ മേലധികാരികൾ അവളെ അതിർത്തിയിൽ വന്ന് കാണാൻ ആവശ്യപ്പെട്ടു. ലെബനൻ ഇസ്രായേലുമായി യുദ്ധത്തിന് പോയാൽ അവൾ ഒരു രാജ്യദ്രോഹിയാകുമെന്നും പിടിക്കപ്പെട്ടാൽ വധശിക്ഷ കിട്ടുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. വേണമെങ്കിൽ പിന്മാറാമെന്ന് അവർ പറഞ്ഞെങ്കിലും ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടാൻ അവൾ ഉദ്ദേശിച്ചിരുന്നില്ല. അവൾക്ക് കുടുംബത്തിന് പുറത്ത് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അറബ് ലോകത്ത് നിന്ന് പലായനം ചെയ്യുന്ന ജൂത അഭയാർത്ഥികളെ അതിർത്തി കടത്തുക എന്നതായിരുന്നു ഷൂലയുടെ അടുത്ത വലിയ ദൗത്യം. ഇതിനായി അവൾക്ക് ഉന്നത തലങ്ങളിൽ സുഹൃത്തുക്കളെ ആവശ്യമായിരുന്നു. ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെ ലെബനനിൽ പലസ്തീൻ അഭയാർത്ഥികൾ പ്രവഹിച്ചു. ഷൂലയുടെ പ്രവർത്തനങ്ങൾ വിപുലമായതോടെ അവൾ ലെബനീസ് അധികാരികളുടെ നിരീക്ഷണത്തിലായി. അവിടെയാണ് ജോർജ് ആൻ്റൺ എന്ന കഥാപാത്രം അവളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ലെബനീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള ജൂത അഭയാർത്ഥികൾ ബെയ്റൂട്ട് വഴി ഇസ്രായേലിലേക്ക് കടക്കുന്നത് തടയുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. ജോർജ് ആൻ്റൺ ഷൂലയെ സംശയിക്കാൻ തുടങ്ങി. അവൾ പിടിക്കപ്പെട്ടു. ആഴ്ചയിൽ 2 തവണ ചോദ്യം ചെയ്യൽ. മക്കളെ സ്കൂളിൽ പോയി ചോദ്യം ചെയ്യൽ. ഒന്നിനും ഷൂലയെ തളർത്താനായില്ല. ഒടുവിൽ ആൻ്റൺ തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി. അയാളും ന്യൂനപക്ഷമായ ക്രിസ്ത്യാനിയായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യം നിലനിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ന്യൂനപക്ഷങ്ങൾക്ക് കരുത്താണെന്നും അദ്ദേഹം വിശ്വസിച്ചു. അയാൾ ഷൂലയെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ലെബനൻ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഷൂലയ്ക്ക് വേണ്ടി ഇസ്രായേലിന് വിവരങ്ങൾ നൽകുവാൻ ഡബിൾ ഏജൻ്റായി. ഷൂല പിന്നീട് ലെബനീസ് സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള അംഗമായി മാറി. രാഷ്ട്രീയക്കാർ, ഗൾഫ് രാജകുമാരന്മാർ, പ്രസിഡന്റ് എന്നിവരുമായി അവൾ ഇടപഴകി. വിവരങ്ങൾ കൈമാറാൻ അവൾ പ്രാദേശിക ഫാർമസി ഉപയോഗിച്ചു. മരുന്ന് കുപ്പികളിലെ ലേബലുകൾക്കടിയിൽ ഇൻവിസിബിൾ ഇങ്ക് കൊണ്ട് രഹസ്യങ്ങൾ എഴുതി കൈമാറി. 7ാമത്തെ കുഞ്ഞ് ജനിച്ചിട്ടും അവളുടെ പ്രവർത്തനങ്ങളുടെ വേഗത കുറഞ്ഞില്ല. എന്നാൽ 1961 അവളുടെ ഭാഗ്യം അവസാനിച്ചു. ജോർജ് ആൻ്റൺ അപകടം മണത്ത് രാജ്യം വിട്ടു. ലെബനീസ് രഹസ്യാന്വേഷണ വിഭാഗം ഷൂലയുടെ ശൃംഖലയെ ഒന്നൊന്നായി പിടികൂടി. അർദ്ധരാത്രിയിൽ പോലീസ് അവളുടെ വീട്ടിലെത്തി. മക്കളും ഭർത്താവും നോക്കി നിൽക്കെ അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആദ്യം മാന്യമായി പെരുമാറിയ പോലീസ് പിന്നീട് പീഡനമുറകളിലേക്ക് കടന്നു. 3 മാസത്തെ ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ അവളുടെ താടിയിൽ തെറ്റി 4 പല്ലുകൾ കൊഴിഞ്ഞു. പക്ഷെ ഷൂല മിണ്ടിയില്ല. പത്രങ്ങൾ അവളെ മാതാഹരി എന്ന് വിളിച്ച് അപമാനിച്ചു. അവൾ ലൈംഗികതയ്ക്ക് പകരമായി വിവരങ്ങൾ വിൽക്കുന്നു എന്നാരോപിച്ചു. കോടതി അവളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൻ്റെ ഭർത്താവും ജയിലിലാണെന്ന് അറിഞ്ഞപ്പോഴും അവൾ ശാന്തിയായിരുന്നു. ഒടുവിൽ തൻ്റെ വക്കീൽ ശിക്ഷ 20 വർഷത്തെ കഠിന തടവായി കുറപ്പിച്ചു. തൻ്റെ മക്കൾക്ക് അവൾ ഒരു ഐതിഹ്യം മാത്രമായി മാറുമെന്ന് ലോകം കരുതി. 1967 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചു. യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ലെബനീസ് കൗൺസിലും ജീവനക്കാരും ഇസ്രായേലിൽ തടവിലായി. അവരെ വിട്ടു നൽകാൻ ഷൂല കോഹൻ ഉൾപ്പെടെയുള്ള ജൂത തടവുകാരെ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. 6 വർഷത്തെ നരകയാതനയ്ക്ക് ശേഷം ഷൂല പുറത്തു വന്നു. വൈദ്യുതാഘാതമേറ്റും മർദ്ദനമേറ്റും ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. നഖങ്ങൾ പിഴുതെടുക്കപ്പെട്ടിരുന്നു. എന്നിട്ടും പഴയ അതേ അഭിമാനത്തോടെ അവൾ ജെറുസലേമിലേക്ക് മടങ്ങി. ബാക്കി ജീവിതം അവൾ ജെറുസലേമിൽ തൻ്റെ പേരക്കുട്ടികൾക്കൊപ്പം ചെലവഴിച്ചു. അവർ അവളെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് ഗ്രാൻഡ്മ ജെയിംസ് ബോണ്ട് എന്നായിരുന്നു. 100ാം വയസ്സിൽ അന്തരിക്കുമ്പോൾ അവൾ വെറും ഒരു സാക്ഷിയായിരുന്നില്ല, മറിച്ച് ചരിത്രം എഴുതിയ ഒരു പോരാളിയായിരുന്നു. ലോകം അവളെ ഒരു സാധാരണ വീട്ടമ്മയായി കണ്ടു വിലക്കുറച്ചു. പക്ഷേ ആ വിലക്കുറച്ച് കാണലിനെയാണ് അവൾ തൻ്റെ ഏറ്റവും വലിയ ആയുധമാക്കിയത്. ഷൂല കോഹൻ്റെ ഈ കഥ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഒരു സാധാരണ സ്ത്രീക്ക് ഇത്രയും വലിയ ദൗത്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.